വാവ്, സൂപ്പർ, അടിപൊളി. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എന്താണ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേഷ്യലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തിനെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എല്ലാവരും ഓടിപ്പോകുന്നത് പാർലറിലേക്കായിരിക്കും. അപ്പം ഞാൻ ഒരു പാർലറിലൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്യാം കേട്ടോ. അത് 2-3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് പാർലറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യാം. നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർ ചോദിക്കും നിങ്ങളോട്, എന്താ ഫേസിൽ ചെയ്തിരിക്കുന്നത്, പാർലറിൽ പോയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ സീക്രട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനലും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ അവരും കാണും. അപ്പോൾ അവരും ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത്. അപ്പം നല്ലൊരു അടിപൊളി ഫേഷ്യലാണ്, കുക്കുംബർ വെച്ചിട്ടാണ് ഈ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫേഷ്യലാണ്. വീക്കിൽ നമ്മൾ 2 തവണ ഡെയിലി ഇങ്ങനെ യൂസ് ആക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം കേട്ടോ, 2 തവണ 2 പ്രാവശ്യം, വീക്കിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കും, നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ പാർലറൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് 1 മാസത്തോളം നീണ്ടു നിൽക്കും. അത് കെമിക്കൽസ് ഉള്ള ഫേഷ്യൽ ആയതുകൊണ്ടാണ്. ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ സാധാരണ പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ എഫക്റ്റ് നമുക്ക് എന്ന് നിലനിൽക്കണമെങ്കിൽ വീക്കിൽ 2 തവണ യൂസ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല യങ്ങായി, നല്ല ഗ്ലോ ആയി, നല്ല തിളക്കമുള്ളതായിട്ടിരിക്കും. പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞു പോകാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണണേ. 1 രൂപ പോലും ചിലവാക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാർലറിൽ പോകാൻ പറ്റാത്ത അമ്മമാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, ചേട്ടന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോകാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ഫുള്ളായി കണ്ടാൽ മാത്രമേ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കുംബർ കേട്ടോ, ഒരു ചെറുതെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുത്തതാണ്. വെള്ളം ചേർക്കാത്ത ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ വെള്ളം ചേർക്കാത്ത കുക്കുംബർ ജ്യൂസ് ആദ്യം ഇതുപോലെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കത് ആദ്യം നിങ്ങളൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് കുക്കുംബർ ജ്യൂസ് ഉണ്ടല്ലോ, അത് ആദ്യം കുറച്ച് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലെൻസിങ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫേസ് കഴുകിയാലും കഴുകിയില്ലെങ്കിൽ നമുക്ക് ആദ്യം ക്ലെൻസിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ആദ്യം കുക്കുംബർ ജ്യൂസ് ഒന്നിങ്ങനെ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ തുടച്ചെടുക്കേണ്ട ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. 2ാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം, ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, പാത്രം കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ പാത്രമായിപ്പോയി, നിങ്ങൾ ചെറുതെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ വലുതായിപ്പോയി, എൻ്റെ ചെറിയ പാത്രങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ വലിയ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുത് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കുക്കുംബർ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗറാണ് കേട്ടോ. ഒരുപാട് വലിയ തരിയില്ലാത്ത ഷുഗർ നോക്കി ചേർക്കുക. ഒരു 1/4 ടീസ്പൂണ്. അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ അലിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടത്, സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 2ാം സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ 2ാം സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്, നല്ല സോഫ്റ്റോട് കൂടി ചെയ്യുക. ഈ സ്ക്രബ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഒന്ന് മസാജിങ് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡിലും താടിൻ്റെ സൈഡിലൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊന്നിങ്ങനെ 2-3 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് തുടച്ചെടുത്താൽ മതി. നമുക്കിത് കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. കഴുകിക്കളയണം എന്നുള്ളവർക്ക് കഴുകിക്കളയാം. ഞാനിപ്പോൾ കഴുകുന്നില്ല. ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക ക്ലീനാക്കിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്, സ്ക്രബിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് മസാജിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗൾ, നേരത്തെ എടുത്ത ബൗൾ തന്നെയാണ്, അതും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുക്കുംബർ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫേസിന് വേണ്ടത് മാത്രം എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. കുക്കുംബറും ഈ ഹണിയും മാത്രം മതി. ഇത് നല്ല ഒന്ന് മിക്സായിട്ട് ഇതുപോലെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് മസാജിങ് കൊടുക്കണം കേട്ടോ. മസാജിങ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റോളം മസാജിങ് ചെയ്ത് കൊടുക്കണം. അതിൽ കൂടിയാലും പ്രശ്നമില്ല, കുറഞ്ഞു പോകരുത്, കുറയാതെ നോക്കണം. നമ്മൾ മസാജിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ 2 മടക്കിയിട്ട് നമ്മുടെ കവിൾ ഭാഗത്ത് 2 ഭാഗത്തും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മസാജിങ് കൊടുക്കണം. അതുപോലെ താടിൻ്റെ ഭാഗത്ത് മേലേക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കണം 2 സൈഡും. അതുപോലെ നെറ്റി ഭാഗം, കണ്ണിൻ്റെ ഭാഗം, മൂക്കിൻ്റെ ഭാഗം, എല്ലാ ഭാഗത്തും നല്ല മസാജിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാജിങ്ങിലാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നിങ്ങൾ മസാജിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് കളയാം. പിന്നെ കോട്ടൺ തുണി വെച്ചിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം കേട്ടോ. അങ്ങനെ മസാജിങ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പാക്കാണ് കേട്ടോ. അപ്പോൾ പാക്കിലേക്ക് പോവാം. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കിയിട്ട് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ബൗൾ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഫേസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫേസിലും ചെയ്യുന്നുണ്ട്, അതാണ് ഇതിൽ കാണാത്തത്. കഴുകിയിട്ട് എടുക്കുന്നത് ഞാൻ ഫേസിലും കൂടി ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പാക്ക് ഇട്ട ശേഷം ഫേസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കുക്കുംബർ ജ്യൂസ് എടുക്കുക. പിന്നെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തൈര് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി, കട്ട തൈര്, പുളിയിലെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മുൾട്ടാണി മിട്ടിയാണ്, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുൾട്ടാണി മിട്ടി എടുത്ത അതേ അളവിൽ തന്നെ കടലമാവ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കുക്കുംബർ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സാക്കി എടുത്തിട്ട് ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കിയ ശേഷം വേണമെങ്കിൽ കുറച്ച് കുക്കുംബർ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ നല്ല ഉടഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് കട്ടി ഞാൻ കുക്കുംബർ ജ്യൂസ് വേറെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ആക്കി എടുക്കുക. എന്നിട്ട് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കയ്യിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫേസിലും എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, എൻ്റെ ഫേസിലൊക്കെ ഞാൻ ഫേസിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കയ്യിൽ ചെയ്യുമ്പോൾ ഫേസിലും ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കാരണമാണ് കാണിച്ചു തരാതിരുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫുള്ളായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫേസിലും ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ വെക്കുക. ഒന്ന് ചെറുതായി ഡ്രൈ ആവണം. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞ ശേഷം ആരും സംസാരിക്കരുത്. സംസാരിച്ച് കഴിഞ്ഞാൽ ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ചോദിച്ചാൽ നമ്മുടെ ഫേസ് നല്ല മുറുകി വരും. ഇത് അപ്ലൈ ചെയ്ത സമയത്ത് കടലമാവൊക്കെ ആണല്ലോ, മുൾട്ടാൻ മിട്ടിയൊക്കെ അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവണതാണ്. അപ്പോൾ മുറുകി വരും.
അപ്പോൾ സംസാരിച്ചാൽ കുഴപ്പമുണ്ടാകും. അപ്പോൾ ആരും സംസാരിക്കാതെ മിണ്ടാണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതി. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കതൊന്ന് കഴുകി കളഞ്ഞാലോ. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി മേലെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബാലൻസ് വന്നപ്പോൾ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇവിടെ ഒന്നും ഡ്രൈ ആയിട്ടില്ല. ഏകദേശം 15 മിനിറ്റ് 20 മിനിറ്റോളം ആയിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈ ആയി. അപ്പോൾ നമുക്കതൊന്ന് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആദ്യം അങ്ങനെ ഒന്ന് തുടച്ചാണ് എടുക്കുന്നത്. അപ്പോൾ തുടച്ചെടുത്തിട്ട് കഴുകിക്കളയാമെന്ന് വിചാരിച്ചു. വാവ്, സൂപ്പർ, അടിപൊളി. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടും കഴുകിയിട്ട് കളയാം. ഇപ്പം ഞാൻ കുറച്ചൊന്ന് തുടച്ച് കാണിച്ചത്, ഒരു സൈഡ് മാത്രം ഡിഫറെൻ്റ്, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഫേഷ്യൽ പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ ഉണ്ടാവണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടയ്ക്കാം. ഇവിടെ വെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ബെഡിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒക്കെ ഇവിടെ വൃത്തികേടാകുമോയെന്നറിയില്ല. ഇപ്പോൾ കൂടി മൊത്തത്തിലൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ ആകെ കൊള്ളമാകും. ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. സൂപ്പർ കേട്ടോ, നല്ല റിസൾട്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഫേസത്തെയും കൂടി കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല റിസൾട്ടാണ് വന്നിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനെൻ്റെ ഫേസൊക്കെ കഴുകി കേട്ടോ. ഫേസ് നല്ല കഴുകി, നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കയ്യിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് റിസൾട്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഇപ്പം നമ്മളൊക്കെ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടില്ല. നമുക്ക് ഫുള്ളായിട്ട് കിട്ടുമെങ്കിൽ നാളേക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും അറിയുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ മാത്രം ചെയ്യുക. പകൽ സമയത്തൊക്കെ ഇനി ചെയ്തിട്ട് ഇനി പുറത്തൊക്കെ ഇപ്പോൾ വെയിൽ കൊണ്ട് പിന്നെ കറുത്ത് കരിഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ രാത്രി സമയങ്ങളിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതാണ് ബെസ്റ്റ്. നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്, എന്താണ് രാത്രി പറഞ്ഞ ഒരു 4 മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഫേസിന് നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ വെയിൽ കൊണ്ട് പെട്ടെന്ന് ടാൻ അടിക്കും. ഈ ഫേഷ്യൽ ചെയ്തുള്ള ഗുണം അതാണ് കേട്ടോ. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്, ഗുണമല്ല പ്രശ്നം കേട്ടോ. പ്രശ്നം അതാണ്. അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും വൈകുന്നേരങ്ങൾ മാത്രം ചെയ്താൽ മതി, പകൽ സമയത്തൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിലുള്ള അടുക്കള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ അടിപൊളി ചെയ്യുന്നത്. 1 രൂപ പോലും ചിലവില്ല. അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ആക്കാം കേട്ടോ. അപ്പം ഇനി ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും നിങ്ങളോട്, എന്താ ഫേഷ്യൽ ചെയ്തത്, ഫേഷ്യലാണോ ചെയ്തത്, ബ്ലീച്ചിങ് ആണോ ചെയ്തത്, ക്ലീനപ്പ് ആണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതുപോലൊരു ചാനലുണ്ട്, ആ ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ്, നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ. എന്താ പ്രശ്നം എന്ന് പറയണ്ടേ, ഞാൻ കയ്യിലിട്ടിട്ടുണ്ടല്ലോ മെഹന്തി. ഇത് ഞാൻ ഇപ്പോൾ ഇന്നലെ ഇട്ടതാട്ടോ, രാത്രി ഇട്ടതാണ്. മൊത്തം മെഹന്തിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. പാത്രമൊക്കെ വെച്ചിട്ട് ജീരക മൈലാഞ്ചി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയതാട്ടോ. ഞാൻ 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ആക്കാറാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് രാത്രി അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കുമ്പോൾ സാധനമില്ല. അത് ആരും എടുത്ത് കൊണ്ടുപോയി കളഞ്ഞിരിക്കുക. എന്താ പറയുക, ഇതിപ്പോൾ ഞങ്ങൾ ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. ഷെയറിങ് പറഞ്ഞാൽ ഒരു വലിയ ഫ്ലാറ്റാണ്, അതിൽ ഓരോ ഫാമിലീസ് താമസിക്കുന്നുണ്ട്. കിച്ചണ് ഒന്നാണ് കേട്ടോ. അങ്ങനെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ ചില ആൾക്കാർ നല്ലവരുണ്ടാവും, ചീത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ആരെടുത്തൊന്നും അറിയില്ല, പക്ഷെ എടുത്തിട്ട് പുറത്ത് കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നൊക്കെ ഇരിക്കുക. അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ പോകുന്നുണ്ടാവും. ഞാനാണെങ്കിൽ ഒരു പൊട്ടത്തിയായിട്ട് എന്താ ചോദിച്ചാൽ ഒന്നും ശ്രദ്ധിക്കില്ല. എന്തൊക്കെ ഉണ്ടെന്നും എനിക്ക് ഇപ്പോഴും നോക്കിയാൽ അറിയില്ല. എൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണോ പോലും എനിക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്തെങ്കിലും എടുത്തിട്ട് പോയാലും എനിക്കറിയില്ല.
ഒന്നും അറിയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഈ ചൂട്ടത്തിന് നിന്നിട്ട് വേർത്ത് ഒലിച്ചിട്ട് 2 ദിവസം നിന്നിട്ടാണ് കുറേ മെഹന്തി ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ചെറിയ ഗ്യാസിലാണല്ലോ ഉണ്ടാക്കുന്നത്, ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് എനിക്ക് വാശി വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതേപോലെ തന്നെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് നഖത്തിലിടുന്നത്, ഞാൻ നെയിൽ പോളിഷ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആരെടുത്തും കൊണ്ട് കളഞ്ഞിരിക്കുക. എന്തോരം എനിക്ക് ഭയങ്കര ഫീലായി കേട്ടോ. എന്താണ് എൻ്റെ ഒരു സങ്കടം. 2 ദിവസം മുതൽ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ശരി, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കാതെ ഇരിക്കരുത് കേട്ടോ. ഓർമ്മയോടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ഇങ്ങനെ നീണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ പറയും എന്തിനെങ്ങനെ വെറുപ്പിക്കാൻ വരുന്നത്, ഒന്ന് പറഞ്ഞിട്ട് പെക്കൂടെ എന്നൊക്കെ പറയും ചില ആൾക്കാർ പറയും കള്ളത്തരം പറയാണ്, നുണ പറയാണ് എന്നൊക്കെ പറയും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലൊരു കമൻറ്റ് വന്നത് കേട്ടോ. നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോസ് ആ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് പാത്രം പറയുക കേട്ടോ. എന്താ വെച്ചാൽ ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപയോഗിക്കാത്ത മുമ്പേ പറ്റിക്കുകയാണ് അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കള്ളത്തരാണെങ്കിൽ പറഞ്ഞാൽ മതി. റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ആരും അങ്ങനത്തെ കമൻസ് ഒന്നും ഇടരുത്. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആർക്കും വീഡിയോസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് അറിയുന്നതും ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു കേട്ടോ, ആരും ഇനി ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പം നമുക്കിനി നല്ല വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും വെയിറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.